നിങ്ങൾക്ക് ഇപ്പൊ കണ്ണൂരിൽ നിന്നുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ണൂരിലടക്കം അത്ഭുതങ്ങൾ ഉണ്ടാവും. അല്ലല്ല, ഞങ്ങൾ എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തന്നെയാണ് എക്സിറ്റ് പോളുകളെ ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എടുക്കുന്ന നിലപാട് തന്നെയാണ്. എക്സിറ്റ് പോളിന്റെ ഫലങ്ങൾ മാത്രം വെച്ചിട്ടല്ല ഫലങ്ങൾ വരാറുള്ളത്. അത് അകൃത്യമായിട്ടും അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് ഈ കേരളത്തിലെ ഫലങ്ങൾ വെച്ച് മാത്രമല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കണ്ടത് തരംഗം തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ വികാരം, ഇന്ദിരാ ഗ്യാരണ്ടിയോടുള്ള ഏറ്റവും ശക്തമായ പ്രതിബദ്ധത, അതൊക്കെ തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ 4 ദിവസത്തെ കാര്യമുള്ളൂ, 4 ദിവസമില്ല, 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് വരുന്നവരെ കാത്തിരിക്കാം. നമ്മളതിന് അതിനകത്ത് തലമുണ്ടാക്കേണ്ട കാര്യം 4-ാം തീയതി ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോടെ നിൽക്കുകയാണ്. 4-ാം തീയതി UDFന്റെ ദിവസമായിരിക്കും. ഞാൻ അത്തരം കാര്യം ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ തീരുമാനമാണ്, AICCയുടെ നിർദ്ദേശമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക്, തുറന്ന ചർച്ചയ്ക്ക് വേണ്ട സാഹചര്യം വേണ്ട എന്നുള്ളതാണ് തീരുമാനം. അതനുസരിച്ച് മാത്രം മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നും പുറത്തേക്കുള്ള വഴിയിലാണ്. അപ്പോൾ ആരാണ് ഇനിയുള്ള കാലം അവരെ നിയമസഭയിൽ നയിക്കുന്നത്? അതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചോദ്യം. അത് നിങ്ങൾ ആരും ചോദിക്കുന്നില്ല.